ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പണിയൊന്നും ഇല്ലാണ്ട് നോമ്പിന് വീട്ടിലിരിക്കുന്നത്. അപ്പോൾ അടുത്തൊന്നും ഞാൻ ഇങ്ങനെ നോമ്പിന് വീട്ടിലിരുന്നായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഈ നോമ്പ് എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നണം. ആ സമയത്തൊക്കെ നമ്മൾ ഈ വെയിലത്ത് നോമ്പ് പിടിച്ച് വണ്ടി ഓടിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഇല്ലാണ്ടാവുമായിരുന്നു. ഇപ്പോൾ പിന്നെ സമയം പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ 11ാമത്തെ നോമ്പായി. നമ്മൾ രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കടന്നതാ. ഇനിയിട്ടപ്പോഴത്തേനും ഗഹറിന് വാങ്ങി കുളിക്കാറായി. അങ്ങനെ വേഗം തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നേരെ പള്ളിയിലേക്ക് പോയി. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് കളിയുണ്ട്. അതിന് മുമ്പ് ബാക്കി പരിപാടിയൊക്കെ തീർത്ത് വെക്കണം. മെയിനായിട്ട് നമുക്ക് കടയിൽ നിന്ന് സാധനം മേടിക്കാണ്ടാവും. അങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാനും കുറിപ്പും കൂടി നേരെ കടയിലേക്ക് പോയി സാധനമൊക്കെ മേടിച്ചിട്ട് വന്നു. കടയിൽ നിന്ന് വന്നപ്പോൾ കളി തുടങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ കളി കാണാൻ വേണ്ടിയിരുന്നു. ഇന്ന് വേറെ ഒരു പരിപാടിക്ക് നമ്മളെ കിട്ടൂല. മെയിനായിട്ടുള്ള കളി രാത്രി ആട്ടോ, ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ളത്. അതിൽ ജയിച്ചാൽ ഇന്ത്യക്ക് സെമിഫൈനലിലേക്ക് ക്വാളിഫൈ ആവാം. ഇല്ലെങ്കിൽ ടൂർണമെന്റിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ബാക്കി കളിയാണ്. എന്തായാലും രണ്ടിലൊന്നും അറിയാം. അങ്ങനെ നമുക്ക് പള്ളിയിൽ പോകാനുള്ള സമയമായി. ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് തുടങ്ങിയായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി നമ്മൾ ആദ്യം തന്നെ അടുക്കളയിൽ പോയി ചായ ഉണ്ടായി കുടിച്ചു. ഈ കളി കണ്ടുകൊണ്ട് ചായ കുടിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രത്യേക വൈബാട്ടോ. ഇന്ത്യയുടെ തുടക്കത്തെ ബാറ്റിംഗ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് കളി കയ്യിൽ നിന്ന് പോയിന്ന. ഫോമിലല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പയ്യൻ എത്ര ദിവസം ബെഞ്ചിരുത്തിയില്ലേ, ആ പയ്യൻ ഒറ്റയ്ക്ക് എന്നാൽ ഇന്ത്യനെ ഇപ്പോൾ സെമിയിലേക്ക് എത്തിച്ചേക്കണം. അതും വെറും ജയമല്ല, ഒരു T20 വേൾഡ് കപ്പിൽ ഇന്ത്യ ചേസ് ചെയ്യണ ഏറ്റവും ഉയർന്ന സ്കോർ ഇന്നലെ കണ്ടത്. അതും നമ്മുടെ ചക്കനെ ഒറ്റയ്ക്ക് നടിച്ചെടുത്തു. എന്നാലും ഇനി അടുത്ത സീരീസ് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, ചക്കനെ പിടിച്ച് ബെഞ്ചിരുത്തു. പറഞ്ഞിട്ട് കാര്യമല്ല, ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. എന്തിനേറെ പറയണം, പൊളിറ്റിക്സ് നോക്കിയിട്ട് രോഹിത് ശർമ്മനെ വരെ ക്യാപ്റ്റൻസിൽ നിന്ന് ഒഴിവാക്കിയ ടീംസാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കണം. എന്തായാലും നമ്മുടെ ചക്കൻ തകർത്തുണ്ട്, അത് മതി. ഞാൻ പോയി കിടക്കട്ടെ, നാളെ ഡേറ്റാത്തിന് എനിക്കുള്ളതാണ്.